ഹലോ ഗൈസ്, ഞാൻ ഈ ഗെയിമിന്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. കാരണം എങ്ങനെ കളിച്ചിട്ടും ഗ്രാനി ആ ഒരു ഗെയിമിങ് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരുപാട് ഞാൻ ഇതേപോലെ ഇതിന് ശേഷം കുറെ കളിച്ചു നോക്കിയപ്പോഴൊക്കെ ചില ഭാഗങ്ങളുടെ ലാസ്റ്റിൽ ഒരു എൻഡ് വരെയൊക്കെ എത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും എന്താ പറയാ, ഗ്രാനി നമ്മളെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും കളിച്ച് ആ ഗെയിം ഫിനിഷ് ചെയ്യണം എന്നുള്ളൊരു വാശി, ആ ഒരു വാശി എനിക്ക് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. പക്ഷെ എനിക്ക് വാശി കൂടുന്നത് പോലെ തന്നെ ഗ്രാനിക്കും അതിലും ഏറെ വാശി വരുന്നുണ്ട്. എന്നെ കൊണ്ട് ആ ഗെയിം ഫിനിഷ് ചെയ്യിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള വാശി ഗ്രാനിക്കുണ്ട്. ഞാനത് ഫിനിഷ് ചെയ്യുമ്പോൾ എന്നുള്ള വാശി എനിക്കുണ്ട്. അങ്ങനെ ആ ഒരു വാശിയിൽ ഇപ്രാവശ്യം ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ജയിക്കോ അതോ ഗ്രാനി തള്ള ജയിക്കോ എന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഈസി, നോർമൽ, ഹാർഡ്, പ്രാക്ടീസ് വേണ്ട, നമുക്ക് നോർമൽ എടുത്ത് നോക്കാം. എപ്പോഴും ഈസി അല്ല എടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം നമ്മൾ നോർമൽ എടുത്ത് നോക്കാം. ഹാർഡ് എടുത്തിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ഓക്കെ, നോർമൽ എടുത്തു. ഓക്കെ, ഗെയിം അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഞാൻ പറഞ്ഞ പോലെ ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ് ഞാനും വന്നിട്ടുള്ളത്. ഗ്രാനി തള്ളനെയും കാറ്റും വാശി ഇപ്രാവശ്യം എനിക്കുണ്ട്. ഓക്കെ, സ്കിപ്പ് ഇൻട്രോ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള കാരണം കൊണ്ട് അതിൻ്റെ ആവശ്യം നമുക്കിന്ന് വരുന്നില്ല. എന്തായാലും യെസ്, ആര് ജയിക്കും? ഞാൻ ജയിക്കുമോ അതോ ഗ്രാനി തള്ള ജയിക്കുമോ എന്നുള്ളൊരു വാശി. എത്ര കളിച്ചു കഴിഞ്ഞാലും ഈ ഗ്രാനിത്തള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാനത് രക്ഷപ്പെടും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു വാശി തന്നെയാണ്. എന്ത് തന്നെ നടന്നു കഴിഞ്ഞാലും ഞാൻ രക്ഷപ്പെടാനാണ് എനിക്ക്, അതായത് ഈ ഗെയിം ഞാൻ ഫിനിഷ് ചെയ്യും എന്നുള്ളൊരു വാശി എനിക്കുണ്ട്. അത് യെസ് 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 തുറക്കണോ? തുറന്നു കഴിഞ്ഞാൽ അമ്മച്ചി വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും നോക്കട്ടെ. എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, അതാണ് എനിക്കൊരു ചെറിയ ഡൗട്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തുറക്കാൻ വേണ്ടി നിന്ന സമയത്ത് തന്നെ പരട്ട തള്ള ആ വഴി കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും നോക്കാം, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഗ്രാനി, ഇതിലെന്തെങ്കിലും ഒന്ന് ഇപ്പം സംഭവിക്കും കേട്ടോ, മിക്കവാറും. കാരണം ഞാൻ ഈ വാശിയുടെ കാര്യം പറഞ്ഞപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു വാശി നമ്മുടെ ഗ്രാനി തള്ളക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ആരുടെ വാശിയാണ് സക്സസ് ആവാൻ പോകുന്നത് നമുക്കത് നോക്കാം. ആര് ജയിക്കും? ഇന്നത്തെ ഫിനിഷിംഗ് ഗെയിം എൻ്റെ തന്നെ ആയിരിക്കും, ഈ ഫൈസൂൻ്റെ തന്നെ ആയിരിക്കും ഇന്നത്തെ ഫിനിഷിംഗ് ഗെയിം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ സംശയിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ തന്നെയാണ് ഇന്നത്തെ വിജയ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ തന്നെ വിജയിക്കില്ലേ? എന്തായാലും ഡോറൊക്കെ ഞാൻ തുറക്കുന്നുണ്ട്. തുറന്ന് ഇങ്ങനെ തള്ള വരാതിരുന്നാൽ മതി, പരട്ട തള്ള. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കേട്ട് കഴിഞ്ഞാൽ മിക്കവാറും വരാൻ ചാൻസ് ഉള്ളത് ഈ തള്ളക്ക് മാത്രമാണ്. പക്ഷെ ഇതെങ്ങനെ മണം പിടിച്ച് പോയിട്ടു എന്നുള്ളതാണ് വണ്ടാരടങ്ങാൻ വേണ്ടിയിട്ട്. ഞാനിത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അവസ്ഥാന്തരത്തിൻ്റെ ആന്താരത്തിൻ്റെ തേങ്ങയുടെ മൂട് തള്ള അവിടെ വന്നിട്ടുണ്ടോ എന്ന് ഡൗട്ട് എനിക്കില്ല. കാരണം ഡോറൊക്കെ ഓൾറെഡി തുറന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡോറൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. പുറത്തെങ്ങാനും കാണോ? പുറത്തുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്നാലും വേണ്ട, പുറത്തത്തെ അവിടെ ഇരിക്കട്ടെ. നമുക്കാദ്യം അകത്ത് കയറിയിട്ട് ഉള്ള പരിപാടി നോക്കാം. അവിടെ ഇല്ല, ഇവിടെയും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഡോറിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇവിടെ എന്തെങ്കിലും കാണണം. കാരണം ഈ തള്ള എവിടെയാണ് ഈ സാധനം വെച്ചേക്കുന്നതെന്നാണ് ഒരു പിടിയില്ലാത്തത്. എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതൊന്നും നോക്കാമായിരുന്നു. പക്ഷേ അതും കാണുന്നില്ല, ഇതും കാണുന്നില്ല. ഓ ഷിറ്റ്. ഡോർ തുറന്നുള്ളൂ. ഇതാണ് പറ്റാത്തത്. മാങ്ങാത്തൊലി ഈ പരത്തല്ല പിടികിട്ടുന്നില്ല. എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ. എന്നെക്കാളും വലിയ വാശിയിൽ തന്നെയാണ് കേട്ടോ ഗ്രാനിത്തുള്ള. എന്ത് ചെയ്യും? എപ്പോഴെങ്കിലും ഫൈസൂനൊന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനത് ഫിനിഷ് ചെയ്തിട്ട് തള്ളയുടെ മുന്നിൽ ഞെളിഞ്ഞു നിന്നേനെ. പക്ഷെ എനിക്ക് ഞെളിഞ്ഞു നിൽക്കാനുള്ള ഒരു അവസരം പരട്ട തള്ള തരുന്നില്ല. എന്തായാലും വേണ്ടില്ല, ഇപ്രാവശ്യം ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെഞ്ഞ് വല്ലത് ഇരിപ്പുണ്ടോ ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വല്ല മാങ്ങാതലും വല്ല ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊന്നുമില്ല. എന്ത് പണ്ടാണാവോ? ഓടി രക്ഷപ്പെടാ.
ഏതേലും വഴി കണ്ട വഴി ഓടി രക്ഷപ്പെടാ. ജസ്റ്റ് മിസ്സാണ് മോനെ. ഓ മൈ ഗോഡ്, എന്നെക്കാളും വാശി. ഞാനീ പറയുന്നത് ഇത് വീഡിയോ എടുക്കണ മുന്നേ ഞാനിത് വീഡിയോ എടുത്തായിരുന്നു. അതായത് ഗ്രാനി തള്ളയെ ഞാനിന്ന് തകർക്കുന്നുള്ളൂ. അത് എങ്ങനെയോ തള്ള അറിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. പരട്ട എന്താ ചെയ്യാനൊന്നുമില്ല. ഇനി ഇവിടെ 2-3 ഗെയിം കൂടി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാനിതിനെ ഫിനിഷ് ചെയ്യാൻ വിചാരിക്കുന്നു. പക്ഷെ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് എന്റെ മുന്നിൽ വന്ന് നിൽക്കും. ഒപ്പെടു ഭാവി എന്തു പറഞ്ഞാലും ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞുള്ള വാശി കൊണ്ട് നമ്മുടെ കൊച്ചു പയ്യനായിട്ടുള്ള ഫൈസു മോനത കടന്ന് കയറുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെ കടന്ന് കയറാതിരിക്കും? കടന്ന് കയറുന്നത് പരട്ട തള്ള എന്തോ ആരോ ചത്തു കഴിഞ്ഞാലും തിരിച്ചു വരുമെന്നുള്ളൊരു പ്രവചനത്തിന്റെ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യും ഞാൻ? എന്ത് ചെയ്താലാ ഞാൻ ആ തള്ളയുടെ രക്ഷപ്പെടും എന്നറിയത്തില്ല. എന്നാലും ഇനി മെല്ലെ പോയാൽ മതിയോ? മെല്ലെ ഒന്നും പോവില്ല. ചത്താലും നെഞ്ചു പിടിച്ച് ചാവുമെന്നുള്ള ഒരു കരുത്തോടെ നമ്മുടെ ഫൈസ് വീണ്ടും അതേ പടിയൊക്കെ കയറി പോകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ പോയി വീണ്ടും ഈ തള്ള ഇവിടെ എവിടെയെങ്കിലും കാണുമോ? ഇല്ല, ഈ പഞ്ചായത്തിലൊന്നും കാണാനില്ല. പഞ്ചായത്തിൽ കാണാനില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ നേരെ പോവുകയാണ്. ഈ വഴി പോയി കൊണ്ട് നമ്മൾ തിരിഞ്ഞു വരുന്നത് മിക്കവാറും തള്ളയുടെ മോന്തയിലോട്ടായിരിക്കാനാണ് ചാൻസ്. എന്തായാലും നോക്കട്ടെ. ഇവിടെ എന്തൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. ഇതിൽ വല്ലതുണ്ടോ? യെസ്, അതിലൊരു കീ ഇരിപ്പുണ്ട്. സേഫ് കീ. എന്തെങ്കിലും എടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. എന്നാലും നമുക്ക് നോക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് തകർക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പുറത്ത് പോയാലോ? സേഫ് കീയും എടുത്ത് പുറത്ത് പോയിട്ട് കുറച്ച് നേരം ഇവിടെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴേക്കും തള്ള ഈ പഞ്ചായത്തിൽ ഉണ്ടാവോ നോക്കാം. എന്നറിയത്തില്ല. എന്തായാലും ഞാൻ ഈ വഴി കൂടെ പോവുകയാണ്. ഫുൾ എലികളാണല്ലോ. എലികളെ, പൊന്നെലികളെ. പേട്ടത്തള്ള പുറത്തുണ്ട്. കണ്ടം വഴി മേലെ കയറി പോകാം. കയറിപ്പോയി. ഈ സേഫ് കീ എവിടെ വെക്കാനാണ് എന്നുള്ളതാണ് ഒരു പിടിയില്ലാത്തത്. ഇത് തുറക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. മിക്കവാറും ഇത് തുറക്കുമ്പോഴേക്കും പെരട്ടത്തള്ള വന്ന് എന്നെ കൊല്ലാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇത് എൻ്റെ അവസാനത്തെ വാതിൽ തുറക്കലാണെന്ന് തോന്നുന്നു. തുറക്കൂ. തുറന്നുകൊണ്ട് ഞാനിത് എങ്ങോട്ട് പോകും? ഇവിടെ വേറെ വഴിയൊന്നും കാണുന്നുണ്ട്. ഈ വഴിയിലൂടെ കടന്നു പോയിട്ട് എന്തു ചെയ്യും ഞാൻ? ഓക്കെ, ഇലക്ട്രിസിറ്റി. മാങ്ങാത്തൊലി ഇലക്ട്രിസിറ്റി ഇല്ലാത്ര. പിന്നെ എന്ത് മാങ്ങാത്തൊലിക്കാൻ ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത്? ഇവിടെ ഒരു വാതിലുണ്ട്. ഇത് തുറക്കേണ്ടി വരുമോ? തുറക്ക്. ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വല്ല ഏതുവഴി പോവും? മൈ ഗോഡ്, യെസ്. പോയി തള്ളനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് കൊല്ലേണ്ട അവസ്ഥയായി. എൻ്റെ ഒരു കാര്യം. വെറുതെ ഇരുന്ന പട്ടീനെ ചൊറിഞ്ഞ് കടി മേടിച്ച പോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നോക്കാം. ഈ അവസ്ഥ വളരെ ദയനീയകരമായിരുന്നു. എന്തായാലും ഈ അവസ്ഥയിൽ നിന്നും ഫൈസുവിനൊരു മോചനമില്ലേ? പറയൂ സുഹൃത്തുക്കളെ, ഫൈസുവിനൊരു മോചനമില്ലേ? ഫൈസു ഇനി എങ്ങനെ കളിച്ചു കഴിഞ്ഞാലാണ് ജയിക്കുക? ഈ തലയിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ഗെയിം എങ്ങനെയാണെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലെനിക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കണം. എങ്ങനെയാണ് ഈ തള്ളയിൽ നിന്നും രക്ഷപ്പെടേണ്ടത് എന്നുള്ളതൊക്കെ. കാരണം ഞാൻ എങ്ങനെ കളിച്ചാലും അമ്മച്ചി വന്നെന്നെ തല്ലിക്കൊല്ലുന്നു. ഒരു രക്ഷയുമില്ലല്ലോ. എന്തായാലും ഈ പടി കയറി പോയൊക്കെ കുറേ ആയി. ഈ പടി കയറി പോയി കഴിഞ്ഞാൽ ഈ തള്ള എവിടെയെങ്കിലും